ഞാൻ എൻ്റെ വീട്ടിലേക്ക് എപ്പോൾ നിൽക്കാൻ പോയാലും അതിലൊരു ദിവസം ഈ ഒരു ഉഴുന്ന് ദോശ ഉണ്ടാക്കി തരാൻ പറയലുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനം കേട്ടോ ഈ ഒരു ദോശ. ഇന്ന് ആ ദോശയൊന്നും വ്യത്യസ്തമായിട്ട് മസാല ദോശ ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ മസാല ദോശേൻ്റെ ഫില്ലിംഗ് ആട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു കുക്കറിലേക്ക് 3 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും പീൽ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ലേശം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ലേശം വെള്ളം കൂടെ പാർന്നിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. 2 വിസിലാട്ടോ എനിക്കിത് വെന്ത് കിട്ടിയത്. പിന്നെ ഒരു സവാളയും അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചപ്പും ഒരു മുളകും കുറച്ച് ഇഞ്ചിയും അതുപോലെ കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകും കൂടി ഇട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ശേഷം ഈ കടുകിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന സവാളയും ബാക്കി വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുറച്ച് ബിരിയാണി മസാലപ്പൊടിയും കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ശേഷം അതിലേക്ക് നേരത്തെ ഉടച്ച് വെച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ആഡ് ചെയ്തെടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴേക്കും നമ്മളെ ഫില്ലിങ് റെഡിയായി. ഇനി എന്താ, ഒരു ദോശ ചുട. ദോശ ഒന്ന് വെന്ത് വരുമ്പോൾ അതിൻ്റെ നടുക്കിലേക്ക് ഇത് വെച്ച് കൊടുക്കുക, ഒന്ന് സ്പ്രെഡ് ചെയ്യുക, ഒന്ന് നല്ലോണം പരത്തിയെടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനേക്കും നമ്മളെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടോ. പിന്നെ കുറച്ച് സാമ്പാറും കൂടി എടുത്ത് നടുക്കുന്നൊരു പീസ് എടുത്ത് സാമ്പാറും കൂട്ടി അങ്ങോട്ട് തിന്ന്. അപ്പോൾ അത്രേ ഉള്ളൂ.